സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്ന നെഗറ്റീവ് മാർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക, പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1946 ഡിസംബർ 6. ഭരണഘടന നിർമ്മാണ സഭയുടെ ഉദ്ഘാടന യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ ഉദ്ഘാടന യോഗം ചേർന്നത്. രൂപീകരിച്ചത് ഡിസംബർ 6-ന്, ഉദ്ഘാടന യോഗം ചേർന്നത് ഡിസംബർ 9-ന്. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്. 1949 നവംബർ 26. 1949 നവംബർ 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നത് 1949 നവംബർ 26-ആണ്. 1949 നവംബർ 26 എന്ന തീയതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ സഭയുടെ അംഗങ്ങൾ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ സഭയുടെ അംഗങ്ങൾ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. അടുത്തത്, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശമാണ്. കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശം വില്ലാർവട്ടം. കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശം വില്ലാർവട്ടം. മലയാളത്തിലെ ആദ്യ ചലച്ചിത്രമായ വിഗതകുമാരനിലെ നായിക ആരായിരുന്നു? PK റോസി. മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം വിഗതകുമാരൻ. വിഗതകുമാരനിലെ നായിക ആരായിരുന്നു? PK റോസി. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമായ ബാലനിലെ നായിക ആരായിരുന്നു? MK കമലം. അപ്പം മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ വിഗതകുമാരനാണ്. വിഗതകുമാരനിലെ നായികയായിരുന്നത് PK റോസിയാണ്. മലയാളത്തിൽ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ബാലനാണ്. ബാലനിലെ നായികയായിരുന്നത് MK കമലം. അടുത്ത ചോദ്യം, കേരള രാജ്യാന്തര ചലച്ചിത്രമേള IFFKയിൽ മികച്ച സിനിമയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് സുവർണ ചക്കോരം. സുവർണ ചക്കോരം. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ IFFI മികച്ച സിനിമയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് സുവർണ മയൂരം. അപ്പം കേരള രാജ്യാന്തര ചലച്ചിത്രമേള IFFKയിൽ മികച്ച സിനിമയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് സുവർണ ചക്കോരം. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് സുവർണ മയൂരം. അടുത്തത്, നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഫ്രാൻസ്. നിഷേധ വോട്ട് നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ട നടപ്പിലാക്കിയ 14ാമത് രാജ്യമാണ് ഇന്ത്യ. നിഷേധ വോട്ട് നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിക്കാറുണ്ട്. എത്രാമത്തേതാണ്? 14ാമത്തേതാണ്. ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ്. ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അടുത്തത്, 44ാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. ചെന്നൈയിലായിരുന്നു.
45ാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയായത് ഹംഗറിയാണ്, ബുഡാപെസ്റ്റ്. 46ാമത് ചെസ് ഒളിമ്പിക്കിന് വേദിയാകുന്ന രാജ്യം ഉസ്ബെക്കിസ്ഥാനാണ്, താഷ്കന്റ്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ്. 44ാമത് ഇന്ത്യ ആയിരുന്നു, 45 ഹംഗറി, 46 ഉസ്ബെക്കിസ്ഥാൻ. ചരക്കു സേവന നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? GST അല്ലെങ്കിൽ ചരക്കു സേവന നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101 101. ചരക്കു സേവന നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് ഏത് എന്ന് ചോദിച്ചാൽ 122. അപ്പം ചരക്കു സേവന നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ 101 ഭരണഘടനാ ഭേദഗതിയാണ്. ചരക്കു സേവന നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ഏത് എന്ന് ചോദിച്ചാൽ 122. അടുത്തത്, ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന ഗാനത്തിന്റെ രചന നടത്തിയത് ONV കുറുപ്പാണ്. ONV കുറുപ്പ്. ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന ഗാനത്തിന്റെ രചന നടത്തിയത് ONV കുറുപ്പ്. ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന പേരിലുള്ള ആത്മകഥ എഴുതിയത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്. അപ്പം ഗാനത്തിന്റെ രചന നടത്തിയത് ONV കുറുപ്പും ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന പേരിലുള്ള ആത്മകഥ എഴുതിയത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്. അപ്പൊ കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെ ആത്മകഥയുടെ പേര് ഏത് എന്ന് ചോദിച്ചാൽ ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്നതാണ്. അടുത്ത ചോദ്യം, ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറയാണ്. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം പെരികാർഡിയമാണ്. മസ്തിഷ്കത്തെയും സുഷുമ്ന നാഡിയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവരുത്. ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ഏതാണ്? പ്ലൂറയാണ്, പ്ലൂറ. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് പെരികാർഡിയം. മസ്തിഷ്കത്തെയും സുഷുമ്ന നാഡിയെയും പൊതിഞ്ഞ് ആവരണം ചെയ്യുന്നത് ഏതാണ്? മെനിഞ്ചസ് ആണ്. പ്ലാച്ചിമട കൊക്കക്കോളം വിരുദ്ധ സമര നായിക എന്നറിയപ്പെടുന്നത് മൈലമ്മ. പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമര നായിക ആരാണ്? മൈലമ്മയാണ്. എൻഡോസൾഫാൻ വിരുദ്ധ സമര നായിക ആരാണ്? ലീല കുമാരി അമ്മയാണ്. പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമര നായിക ആരാണ്? മൈലമ്മയാണ്. എൻഡോസൾഫാൻ വിരുദ്ധ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ലീല കുമാരി അമ്മയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു, UP-യിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡു. എവിടെയായിരുന്നു? UP. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? പത്മജ നായിഡു, പശ്ചിമ ബംഗാളിൽ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ വനിതയാണ് ശാരദ മുഖർജി, ആന്ധ്രാപ്രദേശ്. ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത പ്രതിഭ പാട്ടേലാണ്, രാജസ്ഥാൻ ഗവർണർ ആയിരുന്നു. ഒന്നും കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു, ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ പത്മജ നായിഡു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ വനിതയാണ് ശാരദ മുഖർജി. ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യത്തെ വനിത ആരെയെന്ന് ചോദിച്ചാൽ പ്രതിഭ പട്ടേലാണ്. അടുത്തത്, G20 ഉച്ചകോടിയും വേദികളുമാണ്. G20 ഉച്ചകോടി വേദികൾ. ആദ്യ ഉച്ചകോടിക്ക് വേദിയായത് വാഷിംഗ്ടൺ DC ആണ്, USA-ൽ. G20 ആദ്യ ഉച്ചകോടി എവിടെയായിരുന്നു? USA-ൽ, വാഷിംഗ്ടൺ DC. 16ാമത് ഉച്ചകോടി, അതായത് 2021 വേദിയായത് റോമാണ്, ഇറ്റലിയിൽ റോം. 17ാമത് ഉച്ചകോടി, അതായത് 2022 ഇന്തോനേഷ്യയിൽ ബാലി. 18ാമത് ഉച്ചകോടിക്ക് 2023 ന്യൂഡൽഹി, ഇന്ത്യ. 19ാമത് ഉച്ചകോടി 2024 നടക്കുന്നത് ബ്രസീൽ. 20ാമത്തെ ഉച്ചകോടി 2025 വേദിയാകുന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഒന്നും കൂടി, ആദ്യ ഉച്ചകോടിക്ക് G20 ആദ്യ ഉച്ചകോടിക്ക് വേദിയായത് വാഷിംഗ്ടൺ DC ആണ്, USA. 2021 16ാമത് ഉച്ചകോടിക്ക് വേദിയായത് റോമാണ്, ഇറ്റലി.
17ാമത് ഉച്ചകോടി 2022 വേദിയായത് ഇന്തോനേഷ്യയിലെ ബാലി. 18ാമത് ഉച്ചകോടി 2023 എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു, ന്യൂഡൽഹി. 19ാമത്തേത് ബ്രസീൽ 2024. 2025 20ാമത്തെ ഉച്ചകോടി ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മ. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാട് ഗോവിന്ദ പിഷാരടി. മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മയും നോവൽ എഴുതിയത് ചെറുകാട് ഗോവിന്ദ പിഷാരടിയുമാണ്. അടുത്ത ചോദ്യം, കരീബിയൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം പ്രവീൺ താംബെ. ബിഗ് ബാഷ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് താരമാണ് ഉന്മുക്ത് ചന്ദ്. കരീബിയൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം പ്രവീൺ താംബെ. ബിഗ് ബാഷ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് താരമാണ് ഉന്മുക്ത് ചന്ദ്. അടുത്തത്, കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ഇതാരുടെ വരികളാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ്. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ആരുടെ വരികൾ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിൻ്റേത് കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. ഗജകേസരി മാസിക പ്രസിദ്ധീകരിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ സ്വാമി ഗുരുപ്രസാദ്. മാസികയുടെ പേര് ഗജകേസരി. ആരുടെ ശിഷ്യനായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. പേര് സ്വാമി ഗുരുപ്രസാദ്. ഗജകേസരി മാസികയുടെ എഡിറ്റർ ആരായിരുന്നു? മൂർക്കോത്ത് കുമാരൻ. പ്രസിദ്ധീകരിച്ചത് സ്വാമി ഗുരുപ്രസാദും എഡിറ്റർ ആയിരുന്നത് മൂർക്കോത്ത് കുമാരനുമാണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി സുകുമാർ സെൻ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് സുകുമാർ സെൻ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി KVK സുന്ദരം. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത VS രമാദേവി. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് TN ശേഷൻ. എന്നുകൂടിയും, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ KVK സുന്ദരമാണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ VS രമാദേവിയാണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ TN ശേഷൻ. അടുത്തത് നോക്കുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളാണ്. NH 66 പനവേൽ കന്യാകുമാരി. NH 66 പനവേൽ ടു കന്യാകുമാരി. NH 17 NH 47 കുറച്ചു ഭാഗവും ചേർന്നതാണ് NH 66 പനവേൽ കന്യാകുമാരി. NH 85 NH 85 പണ്ടത്തെ പേരെന്തായിരുന്നു? NH 49 എന്നായിരുന്നു. കൊച്ചി ടു ടോണ്ടി പോയിന്റ് ഏതാണ്? NH 85 ആണ്. NH 85 പണ്ടത്തെ പേരെന്തായിരുന്നു? NH 49 കൊച്ചി ടു ടോണ്ടി പോയിന്റ്. അടുത്തത് NH 183 പണ്ടത്തെ പേര് NH 220 എന്നായിരുന്നു. ഡിണ്ടിഗൽ ടു കൊല്ലം. ഡിണ്ടിഗൽ ടു കൊല്ലം. NH 544 പണ്ടത്തെ പേര് NH 47 സേലം ടു ഇടപ്പള്ളി. NH 544 പണ്ടത്തെ പേരെന്തായിരുന്നു? NH 47 സേലം ടു ഇടപ്പള്ളി. NH 744 പണ്ടത്തെ പേര് NH 208. 744 വരുന്നത് തിരുമംഗലം ടു കൊല്ലമാണ്. തിരുമംഗലം ടു കൊല്ലം. NH 766 കോഴിക്കോട് ടു കൊല്ലക്കൽ. NH 966 ഫറോക്ക് ടു പാലക്കാട്. NH 966 ഫറോക്ക് ടു പാലക്കാട്.
NH966A കളമശ്ശേരി വല്ലാർപാടം. NH966A കളമശ്ശേരി വല്ലാർപാടം. NH966B കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ദ്വീപ്. ഒന്നുകൂടി നോക്കാം. NH66 പനവേൽ ടു കന്യാകുമാരി. NH85 കൊച്ചി ടു ഡോണ്ടി പോയിന്റ്. NH183 ഡിണ്ടിഗൽ ടു കൊല്ലം. NH544 സേലം ടു ഇടപ്പള്ളി. NH744 തിരുമംഗലം ടു കൊല്ലം. NH766 കോഴിക്കോട് ടു കൊല്ലകൽ. NH966 ഫറോക്ക് ടു പാലക്കാട്. NH966A കളമശ്ശേരി ടു വല്ലാർപാടം. NH966B കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ദ്വീപ്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണ നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? നർമ്മദയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി താപ്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത് എന്ന് ചോദിച്ചാലും കൃഷ്ണയാണ്. കൃഷ്ണ. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി താപ്തി. അടുത്ത ചോദ്യം, കുറത്തി എന്ന കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. ഇനി ജ്ഞാനപീഠ പുരസ്കാരവും മലയാളികളുമാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളുടെ എണ്ണം 6. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പാണ്. 1965 കൃതി ഓടക്കുഴൽ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയാണ് SK പൊറ്റക്കാട്. 1981. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നോവലിസ്റ്റ് ഏത് എന്ന് ചോദിച്ചാൽ ആരാണ്? SK പൊറ്റക്കാടാണ്. ഒരു ദേശത്തിൻ്റെ കഥ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പാണ്. 1965 ഓടക്കുഴൽ. രണ്ടാമത് ലഭിച്ചത് SK പൊറ്റക്കാടനാണ്. നോവലിനാണ് ലഭിച്ചത്. അപ്പോൾ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആര് എന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടാണ്. കൃതി ഒരു ദേശത്തിൻ്റെ കഥ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മൂന്നാമത്തെ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണ്. 1995. 2007 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ONV കുറുപ്പാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളുടെ എണ്ണം 6. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആര് എന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാട്. മൂന്നാമത്തേത് തകഴി ശിവശങ്കരപ്പിള്ള. 1995. നാലാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് MT വാസുദേവൻ നായർ. അഞ്ചാമത് 2007 ONV കുറുപ്പിന് ലഭിച്ചു. ആറാമത് 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അടുത്തത്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽഷ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽഷ്യം.
എൻസൈം ത്രോബിൻ, മാംസ്യം ഫൈബ്രിനോജൻ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ജെ തോംസൺ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് മില്ലിക്കൻ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ റോബർട്ട് മില്ലിക്കൻ. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷാണ്. അപ്പം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ദേശീയ ഗാനം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24-നാണ്. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1945 ഒക്ടോബർ 30-നാണ്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1945 ഒക്ടോബർ 30. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. മനുഷ്യ ശരീരത്തിനുള്ളിലെ ഏറ്റവും വലിയ അവയവം കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് എന്ന് ചോദിച്ചാൽ ത്വക്കാണ്. മനുഷ്യ ശരീരത്തിനുള്ളിലെ ഏറ്റവും വലിയ അവയവം ഏത് എന്ന് ചോദിച്ചാൽ കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ പീനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയാണ്. അടുത്ത ചോദ്യം, കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത്. കിഴക്കിന്റെ ഏതൻസ് മധുര. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. കിഴക്കിന്റെ ഏതൻസ് മധുര, കിഴക്കിന്റെ ഓക്സ്ഫോർഡ് പൂനെ. തേബാഗ സമരം നടന്ന സംസ്ഥാനം ബംഗാൾ. തേബാഗ സമരം ബംഗാൾ. കുക്ക കലാപം നടന്നത് എവിടെയാണ്? പഞ്ചാബിലാണ് കുക്ക കലാപം. മുണ്ട കലാപം നടന്നത് ജാർഖണ്ഡാണ്. മുണ്ട കലാപം നടന്നത് ജാർഖണ്ഡ്. തേബാഗ സമരം ബംഗാൾ, കുക്ക കലാപം പഞ്ചാബ്, മുണ്ട കലാപം ജാർഖണ്ഡ്. ഓസ്കർ പുരസ്കാരം നേടിയ ആദ്യ വനിത ജാനറ്റ് ഗെയ്നർ. ഓസ്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ജാനറ്റ് ഗെയ്നർ. 1929. സംവിധാനത്തിനുള്ള ഓസ്കർ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് കാതറിൻ ബിഗലോ. 2010. അടുത്തത് ലോറസ് പുരസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ലോറസ് പുരസ്കാരം കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് ഏത് പുരസ്കാരമാണ്? ലോറസ് പുരസ്കാരമാണ് കായിക ലോകത്തെ ഓസ്കർ എന്ന് അറിയപ്പെടുന്നത്. ലോറസ് പുരസ്കാരം. ലോറസ് പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം 2000 ലോറസ് പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് 2000. മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് ടൈഗർ വുഡ്സ് ആണ്. ടൈഗർ വുഡ്സ്. മികച്ച വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് മരിയൻ ജോൺസ് ആണ്. അത്ലറ്റ് മരിയൻ ജോൺസ്. ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് പെലെയാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് ആരാണ്? പെലെയാണ്. 2000. ലോറസ് പുരസ്കാരം കൂടുതൽ തവണ നേടിയ കായിക താരം റോജർ ഫെഡറർ. ലോറസ് പുരസ്കാരം കൂടുതൽ തവണ നേടിയ വനിതാ കായിക താരം സെറീന വില്യംസ്.
മികച്ച ടീമിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമാരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് 2000-2020. 2011 ലോകകപ്പ് വിജയത്തിനു ശേഷം സഹതാരങ്ങൾ സച്ചിനെ തോളിലേറ്റി വാങ്കഡെ സ്റ്റേഡിയം വലം വെച്ചതിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സച്ചിൻ. മികച്ച പുരുഷ കായിക താരത്തിനുള്ള 2022 ലോറസ് പുരസ്കാരം നേടിയത് മാക്സ് വെസ്റ്റപ്പാൻ. മികച്ച വനിതാ കായിക താരത്തിനുള്ള 2022 പുരസ്കാരം നേടിയത് എലൈൻ തോംസൺ. മികച്ച ടീമിനുള്ള 2022 ലോറസ് പുരസ്കാരം നേടിയത് ഇറ്റലിയുടെ ദേശീയ ഫുട്ബോൾ ടീം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്